ശബരിമലയിലെ വലിയ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ള വിവാദമായിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ഇന്ന് ദ്വാരപാലക ശില്പത്തിൽ അത് തിരികെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ശില്പങ്ങളുടെ തൂക്കം 10 ഗ്രാമോളം വർദ്ധിച്ചുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നുണ്ട്. അതേസമയം തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ടോടുകൂടി തുറന്നു. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തുലാമാസ പൂജകൾക്കായി ശ്രീകോവിൽ നട തുറന്നു. അതിന് തൊട്ടു പിന്നാലെ അവിടെ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ വൈകി ഏതാണ്ട് 4:45 കൂടിയാണ് സ്വർണ്ണപ്പാളികൾ ആ ശ്രീകോവിലിന്റെ സോപാനത്തിന് മുന്നിലേക്ക് എത്തിച്ചത്. കാര്യം മഹസറിൽ ഓരോ കാര്യങ്ങളും ഓരോ ഇതിന്റെയും തൂക്കം കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷമാണ് സ്വർണ്ണപ്പാളികൾ സോപാനത്തേക്ക് എത്തിച്ചത്. ദ്വാരപാലകരുടെ പാദം എത്തിച്ച് അവിടെ ദേവന് മുന്നിൽ നമസ്കരിച്ച ശേഷമാണ് ഈ പണികൾ ആരംഭിച്ചത്. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഈ സ്ഥാപിക്കുന്ന ചടങ്ങുകൾക്കുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ശില്പിയായിട്ടുള്ള അനു അനന്തനാണ് ഈ പാളികൾ ഓരോന്നായി സ്ഥാപിച്ചത്. നേരത്തെ കൊടിമരത്തിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ച് മുൻപരിചയമുള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അനു അനന്തനെ ഈ ചുമതലയ്ക്കായി ജോലിക്കായി നിയോഗിച്ചത്. 4:45 ആരംഭിച്ച ജോലികൾ അവസാനിച്ചത് 6 മണിയോടുകൂടിയാണ്. ആ സമയമൊക്കെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തന്ത്രിയും അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുഖത്ത് ഒരു കൗതുകമായിരുന്നു. എങ്ങനെ ഈ ജോലികൾ പൂർത്തിയാക്കും എന്നറിയാനുള്ള ഒരു കൗതുകം. അതേ സമയത്ത് തന്നെ സന്നിധാനത്തേക്ക് അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തുന്ന ഭക്തന്മാർ നിരനിരയായി അതുവഴി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അവസാനം കൃത്യമായി ആ സ്വർണ്ണ പാളികളെല്ലാം തന്നെ കൃത്യമായി പതിപ്പിച്ച ശേഷം 6 മണിയോടുകൂടിയാണ് ആ പ്രക്രിയ പൂർത്തിയായത്. ഈ ദ്വാരപാലക ശില്പങ്ങൾ കൃത്യമായ നടപടിക്രമങ്ങൾ തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ മാനുവൽ പ്രൊസീജിയർ, ആ മാനുവൽ പ്രൊസീജിയർ അനുസരിച്ച് സുശക്തമായ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന പാളികളുടെ തൂക്കം 22.833 കിലോഗ്രാം ആയിരുന്നു. 22.833 കിലോഗ്രാം ആയിരുന്നു. ഇപ്പോൾ 22.876 കിലോഗ്രാം ഉണ്ട്. തന്ത്രിയുടെ നേതൃത്വത്തിൽ ശുദ്ധിക്രിയകൾ പൂർത്തീകരിച്ചതോടുകൂടി ആ ചടങ്ങുകൾ, അതായത് സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങുകൾ പൂർത്തീകരിച്ചു. ഇനി നാളെയാണ് നറുക്കെടുപ്പ് നടക്കുക. ശബരിമലയിലെയും മാളികപ്പുറത്തെയും വരുന്ന വൃശ്ചികമാസം മുതൽ തുലാമാസം അവസാനം വരെ ഉള്ള അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും പൂജിക്കാൻ നിയോഗിക്കപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ്. സന്നിധാനത്ത് നിന്ന് ബിജു VS കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.